CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറിയായി കെ കൊച്ചനിയനെ തെരഞ്ഞെടുത്തു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി നടന്ന കുന്നംകുളം ഏരിയ പ്രതിനിധി സമ്മേളനത്തിലാണ് പുതിയ സെക്രട്ടറിയായി കടവല്ലൂർ കൊരട്ടിക്കര സ്വദേശി കെ കൊച്ചനിയൻ എന്ന ഗോപാലകൃഷ്ണനെ തെരഞ്ഞെടുത്തത്. കാണിപ്പയ്യൂരിലെ സ്ഥാപനത്തിൽ നിന്ന് 22 ലക്ഷം രൂപ തട്ടുകയും വീണ്ടും പണം ആവശ്യപ്പെട്ട് ഉടമയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത എരുമപ്പെട്ടി സ്വദേശിയായ സ്ഥാപനത്തിലെ ജീവനക്കാരൻ അറസ്റ്റിൽ. 37 വയസ്സുള്ള ജിഷാദാണ് അറസ്റ്റിലായത്. അകലാട് ഒറ്റേനി പെട്രോൾ പമ്പിൽ മോഷണം. ഓഫീസ് റൂമിന്റെ ഗ്ലാസ് ഡോർ തകർത്താണ് കവർച്ച നടത്തിയത്. 20,000 രൂപയോളം നഷ്ടപ്പെട്ടു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ അറിയിച്ചു. പുന്നയൂർ പഞ്ചായത്ത് വികസന മുന്നേറ്റങ്ങൾക്കെതിരെ UDF നടത്തിയ ആരോപണങ്ങൾക്കെതിരെ LDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ യാത്ര നടത്തി. ഭാർഗവിക്ക് അഭയമൊരുക്കി അരുവി പുനരധിവാസ കേന്ദ്രം. രോഗപീഠകളാൽ ദുരിത ജീവിതം നയിച്ചു വന്നിരുന്ന 83-കാരിയായ കല്ലിങ്ങൽ വീട്ടിൽ ഭാർഗവിക്കാണ് പഴുന്നാനയിലെ അരുവി പുനരധിവാസ കേന്ദ്രം അഭയമൊരുക്കിയത്. CCTV ന്യൂസ് ഇംപാക്ട്. കഴിഞ്ഞ ദിവസം കാണാതായ വ്യക്തിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. കടവല്ലൂർ കൊരട്ടിക്കര കലിപ്പുറത്ത് താഴ്ത്തേതിൽ 64 വയസ്സുള്ള മോഹനനെയാണ് വടക്കാഞ്ചേരി മുള്ളൂർക്കരയിൽ വെച്ച് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടത്. എടക്കഴിയൂർ മുട്ടിൽ ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്ര മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളോടെ ചടങ്ങുകൾ ആരംഭിച്ചു. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് സംഘടനയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ഡിവിഷൻ തലത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. അക്കിക്കാവ് മാർ ഒസ്താത്തിയോസ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജിൽ കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിന് തുടക്കമായി. തൃശൂർ ഗവൺമെന്റ് BEd കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ PV ഹാപ്പി ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അങ്കണവാടി കലോത്സവം പൂമുട്ട് 2024 വർണ്ണാഭമായി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള സ്റ്റുഡന്റ്സ് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പുകളുടെ വിതരണം നടത്തി. കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ പാലിയേറ്റീവ് രോഗികൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ നൽകി. കാക്കശ്ശേരി വിദ്യാവിഹാർ വിദ്യാലയത്തിലെ 9, 11 ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ഉപകരണങ്ങൾ നൽകിയത്. പുന്നേർകുളം ആൽത്തറ രാമരാജ UP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ വികാരി ഫാദർ ഷോൺസൺ ആക്കാമറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസിനെ വരവേൽക്കാൻ വിപണി ഒരുങ്ങി. ആഘോഷത്തിന് നിറപ്പകിട്ടേകാൻ വൈവിധ്യങ്ങളായ നക്ഷത്രങ്ങളും അനുബന്ധ സാധനങ്ങളും വിപണി കൈയടക്കി കഴിഞ്ഞു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള പഴഞ്ഞി മോർ ഏലിയോസ് കുടുംബ യൂണിറ്റ് ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി പ്രകാരം ധാതുലവണ മിശ്രിതത്തിന്റെ വിതരണം നടത്തി. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പെരുമ്പിലാവ് KSEB സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. കേരളം പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ വ്യവസായ സൌഹൃദ സംസ്ഥാനമാക്കണമെന്നും അതിന് സർക്കാർ വിപുലമായ പദ്ധതികൾ തയ്യാറാക്കണമെന്നും തൃശൂർ കേരള സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴകാളിൽ സംഘടിപ്പിച്ച ഓൾ ഇന്ത്യ സെന്റർ ഓഫ് ട്രേഡ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് പെൻഷൻ ദിനം ആചരിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.